അസ്സലാമു അലൈക്കും. റമദാൻ കരീം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അൽഹംദുലില്ലാ, നമ്മളിവിടെ സുഖമായിട്ടിരിക്കുകയാണേ. അപ്പോൾ അത്താഴത്തിന് ഇന്ന് രാവിലെ എഴുന്നേറ്റു എന്നൊക്കെ പറയാനൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ സംഭവം ഇന്നലെ ഉറങ്ങാത്തത് കൊണ്ട് തന്നെ അങ്ങനെ പ്രത്യേകിച്ച് അത്താഴത്തിന് വേണ്ടിയിട്ട് എഴുന്നേൽക്കേണ്ടിയൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെ ഒട്ടും ഉറങ്ങിയില്ല കേട്ടോ. ഒട്ടും ഉറങ്ങാണ്ട് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തിട്ട് നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇന്ന് അത്താഴത്തിന് പുട്ടും മീൻകറി ആയിരുന്നു കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇന്ന് ഹേസുട്ടന് വേണ്ടിയിട്ട് കുറുക്കൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് നമസ്കരിച്ചിട്ട് പിന്നീട് അങ്ങൊരു കിടത്തങ്ങ് കിടന്നു കേട്ടോ. അത്രയ്ക്കും വയ്യായിരുന്നു. ഇന്നലത്തെ വ്ളോഗ് കണ്ടിട്ടുള്ളവർക്ക് അറിയാം, എൻ്റെ വോയിസൊക്കെ നല്ല ചേഞ്ച് ആയിട്ടുണ്ട്. കാരണം ഇന്നലെ ഹേസുട്ടൻ കുറച്ച് നേരത്തെയാണ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഉണർന്നിരുന്ന് നല്ലോണം ലേറ്റായിട്ടാണ് കിടന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പിന്നീട് എനിക്ക് വോയിസ് ചെയ്യാനും ലേറ്റായിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം പിന്നെ ഉറങ്ങിയിട്ടേ ഉണ്ടായിരുന്നില്ല. അത്താഴം കഴിച്ച് നമസ്കരിച്ചിട്ട് ഒറ്റ കിടത്തങ്ങ് കിടന്നു. അത് കഴിഞ്ഞിട്ട് ഹേസുട്ടൻ്റെ കൂടെയാണ് കേട്ടോ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നത്. ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് ഹേസുട്ടന് കുറുക്കൊക്കെ കൊടുത്തതിന് ശേഷം രാവിലെ മുതലേ കൊറിയറിൻ്റെ ബഹളമായിരുന്നേ. പെരുന്നാളിനൊക്കെ പുറത്ത് പോയി പർച്ചേസ് ചെയ്യാൻ വയ്യാത്തത് കൊണ്ട് ഒരുവിധം സാധനങ്ങളൊക്കെ ഞാൻ ഓൺലൈനിലാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ രാവിലെ മുതൽ ഓർഡറും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. ഇന്ന് വാപ്പച്ചിയുടെ അനിയൻ കൊച്ചാപ്പ വന്നിട്ടുണ്ടായിരുന്നേ, ദാഹിരി കൊച്ചാപ്പ. അപ്പോൾ കൊച്ചാപ്പയൊക്കെ വന്ന് കുറച്ച് കഴിഞ്ഞിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അതൊക്കെ കഴിഞ്ഞ് ഹേസുട്ടന് സ്നാക്കിന് വേണ്ടിയിട്ട് ഒരു ആപ്പിളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും കൊണ്ട് ആ ലോകം മൊത്തം നടന്നെങ്കിലും അതിൻ്റെ ഒരു പകുതി പോലും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാനൊരു പകുതിയാണ് ആപ്പിൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു പകുതിയും കൊണ്ട് എല്ലായിടത്തും നടന്നു എന്നല്ലാതെ അതിൻ്റെ ഒരു സൈഡ് പോലും കടിച്ചിട്ടുണ്ടായിരുന്നില്ലേ. അതുകൊണ്ട് ഞാൻ പിന്നീട് നേരത്തെ തന്നെ ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ചോറൊക്കെ കഴിച്ചിട്ട് ഇന്ന് കുറച്ച് ഖുർആനൊക്കെ ഓതാന്ന് വിചാരിച്ചിട്ട് നമസ്കരിച്ചിട്ട് ഞാനും ഉമ്മച്ചിയും കൂടെ ഇരുന്ന് ഖുർആൻ ഓതുമായിരുന്നേ. കുറച്ച് നേരം ഓതി കഴിഞ്ഞപ്പോൾ ചെക്കന് ബഹളം വന്നിട്ട് അവൻ്റെ ഖുർആൻ വേണമെന്നായി. അങ്ങനെ കുറച്ച് നേരം അവൻ്റെ ഖുർആനൊക്കെ എടുത്ത് കൊടുത്തു. പിന്നെ അതുകൊണ്ട് കുറേ നേരം ഷോ അണുപ്പായിരുന്നു. അത് കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ തന്നെ ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ നിസ്കാര കുപ്പായമൊന്നും ഊരാണ്ട് പെട്ടെന്ന് തന്നെ പോയി മേടിച്ചിട്ടുണ്ടായിരുന്നേ. ഡെലിവറി ചെയ്യുന്നവർക്കൊക്കെ അറിയാം കേട്ടോ. പെട്ടെന്ന് ഇനി കൊണ്ടു തരുമ്പോൾ OTP മാത്രം പറഞ്ഞു കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ പോയി മേടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല വെയിലുണ്ടായിരുന്നേ. ഇപ്പോൾ എന്ത് കൊറിയർ വന്നു കഴിഞ്ഞാലും മുമ്പത്തെ പോലെ ഒന്നുമല്ല. ഡ്രസ്സാണെന്നുണ്ടെങ്കിൽ മാത്രം അപ്പോഴും തന്നെ ഓപ്പൺ ചെയ്യാനായിട്ടുള്ള ഒരു ത്വര ഉണ്ടാവുകയെ, അല്ലാണ്ട് വേറെ ഒരു സാധനം അങ്ങനെ അപ്പോൾ തന്നെ ഓപ്പൺ ചെയ്യാനൊന്നും തോന്നാറില്ല. കുറച്ചുകൂടെ കഴിയട്ടെ എന്ന് വിചാരിക്കും. പക്ഷേ ഡ്രസ്സ് ആയി കഴിഞ്ഞാൽ ഹേസുട്ടിൻ്റെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഓപ്പൺ ചെയ്ത് വെക്കാൻ തോന്നിയേ. അപ്പോൾ അതിനിടയിൽ തന്നെ നൈസായിട്ട് കുറേ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് എന്താണെന്ന് തുറന്ന് നോക്കി. എൻ്റെ വീട്ടിലിരുന്ന ഡെയിലി വെയർ ആയിട്ടുള്ള കുറച്ച് ഞാൻ ഇപ്പോൾ ഇട്ടേക്കുന്ന പോലത്തെ തന്നെ വരുന്ന കുറച്ച് ടോപ്പായിരുന്നു കേട്ടോ. വീട്ടിലിടാൻ വേണ്ടിയിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നതാണ്. 3/4 കൈയൊക്കെ ഉള്ള കുറച്ച് കോംബോ വരുന്ന ടോപ്പ് കേട്ടോ. ഇതിൽ ഒരു 5 എണ്ണം ഉണ്ട്. അപ്പോൾ അങ്ങനെ മേടിച്ചതാണ്. പക്ഷേ ഇതിൻ്റെ ഒരു വലിയൊരു കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്ന അതേ സെയിം കളറിൽ സെയിം പാറ്റേണിൽ വരുന്ന ഒരു ടോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ ഇതിൽ. പിന്നെ ഞാൻ റിട്ടേൺ ഒന്നും ചെയ്യാൻ പോയില്ല. നല്ല ക്വാളിറ്റിയാണ് കേട്ടോ ഈ ഒരു ടോപ്പിൻ്റെ. എല്ലാത്തിനും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇനി റിട്ടേൺ ഒന്നും ചെയ്യാൻ വയ്യാത്തതുകൊണ്ട് അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ബാക്കി ഖുർആനൊക്കെ ഓതിയിട്ടുണ്ടായിരുന്നേ. ഖുർആൻ ഓതി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഹേസുട്ടൻ ചോറ് തിന്നതിൻ്റെ ആ ഒരു ക്ഷീണത്തിലൊക്കെ നമ്പർ 2 ഒക്കെ സാധിച്ചു. അത് കഴിഞ്ഞിട്ട് കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മച്ചി എന്നെ ഉറക്കിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നേ. അതൊക്കെ കഴിഞ്ഞ് ഈ ഡ്രസ്സ് ഇപ്പോൾ തന്നെ കഴുകിയിടാമെന്ന് വിചാരിച്ചു. ഹേസുട്ടൻ എന്തായാലും ഉറങ്ങിയില്ലെന്ന് വിചാരിച്ച് കുറച്ച് പണികളുണ്ടായിരുന്നു. ഇന്നലെ ഹേസുട്ടന് വന്നിട്ടുണ്ടായിരുന്ന ഡ്രസ്സില്ലേ വീട്ടിലിടാൻ വേണ്ടിയിട്ട് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു സംഭവം കഴുകാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നേ. ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് തന്നെ കഴുകിയിടാമെന്ന് വിചാരിച്ചു. കാരണം കഴുകാതെ അങ്ങനെ യൂസ് ചെയ്യാറില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ട് കഴുകിയിട്ട് ഉമ്മച്ചി തന്നെ അശയിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ വേറൊരു കൊറിയറും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. സംഭവം വേറെ ഒന്നുമല്ല, നമ്മളെ ട്രൈപോഡിൻ്റെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഒരു ഹോൾഡർ, മൊബൈൽ ഹോൾഡർ പോയിട്ടുണ്ടെന്ന്. അപ്പോൾ അത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ. ഒരു 100 രൂപയ്ക്ക് അകത്തേ ഉണ്ടായിരുന്നുള്ളൂ ഈ 2 സാധനം കൂടി. അങ്ങനെ അത് വാങ്ങിയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതപ്പം തന്നെ ഓപ്പൺ ചെയ്ത് നോക്കി. ഞാൻ വിചാരിച്ചു വേറെ എന്തോ ഐറ്റം ആണെന്നാണ്. പിന്നീട് അത് തുറന്ന് നോക്കിയ സമയത്താണ് ഈ ഒരു ഐറ്റം ആണെന്ന് കണ്ടത് കേട്ടോ. പിന്നെ ഡ്രസ്സ് പിന്നീട് കഴുകാമെന്ന് വിചാരിച്ചിട്ട് ഈ ഒരു ഐറ്റം ഓപ്പൺ ചെയ്ത് നോക്കി. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ട്രൈപോഡെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ളതാണ്. ഞാൻ സൗദിയിൽ നിന്ന സമയത്ത് അവിടെ നിന്ന് ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. ടെമുലോ എന്തോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന ട്രൈപോഡാണ്. അത്യാവശ്യം നല്ല വെയിറ്റും ഉണ്ട്. സത്യം പറഞ്ഞാൽ അത് എല്ലാ കല്യാണത്തിനൊക്കെ നമ്മുടെ ക്യാമറയൊക്കെ വെക്കുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ട്രൈപോഡാണ്. നല്ല വെയിറ്റും ഉണ്ട്. അത്യാവശ്യം നല്ല ലുക്കൊക്കെ ഉള്ള ഒരു ഐറ്റമാണ് കേട്ടോ ആ ഒരു ട്രൈപോഡ്. അതാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ മെയിനായിട്ടുള്ള ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ വെയിറ്റ്, നല്ല വെയിറ്റാണ്. അത് ഒരു സ്ഥലത്ത് നിന്ന് അപ്പുറത്തെ സ്ഥലത്തോട്ട് എടുത്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് നല്ല പാടാണ്. അപ്പോൾ അതിന് മുമ്പേ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ട്രൈപോഡാണ്. ഈ ഒരു ട്രൈപോഡ് എന്ന് പറഞ്ഞാൽ വലിയ വെയിറ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതിൻ്റെ ആ ഒരു ഹോൾഡർ പോയിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ട് ഞാൻ ഈ ഒരു വലിയ ട്രൈപോഡ് എടുത്തുകൊണ്ട് നടക്കുകയായിരുന്നു. സംഭവം ഒരു സ്ഥലത്ത് നിന്ന് അപ്പുറത്തോട്ട് എടുത്ത് വെക്കാൻ തന്നെ വലിയൊരു ടാസ്ക്കാണ്. ആംഗിളൊക്കെ മാറ്റാൻ ഇതാകുമ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു യൂസ് ചെയ്തിട്ടുള്ള ഒരു വഴക്കം കൊണ്ട് പെട്ടെന്ന് തന്നെ അത് റെഡിയായി കിട്ടുമായിരുന്നു. പക്ഷേ
കുറച്ച് ദിവസമായിട്ട് ആ ഒരു ഹോൾഡർ പോയതിന് ശേഷം ഒരു പുതിയത് യൂസ് ചെയ്തപ്പോൾ എനിക്കെന്തോ വല്ലാത്തൊരു ഡിസ്കംഫർട്ടും ആയിരുന്നു. ഞാൻ എല്ലാം അങ്ങനെ വീഡിയോ എടുക്കാനും ശ്രമിക്കില്ല കേട്ടോ, പാടായത് കാരണം. ഒന്നുകിൽ ഈസുട്ടൻ കരച്ചിലും ബഹളമൊക്കെ ആയിരിക്കും. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് ഈ സാധനം ചുമന്നുകൊണ്ട് പോകുമ്പോൾ വല്ലാത്തൊരു ടാസ്ക്കാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലും കയ്യിൽ വെച്ചിട്ടൊക്കെ എടുക്കുന്ന വീഡിയോ ആണ് ഇതുവരെ നിങ്ങൾ കണ്ടിട്ടുള്ളതല്ലേ. ഈ ഒരു ഹോൾഡർ പ്രശ്നമായതിന് ശേഷം അതുകൊണ്ട് തന്നെ ഇത് വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നേ. അങ്ങനെ ഹോൾഡറൊക്കെ വെച്ചു. പക്ഷേ അതിൻ്റെ ഒരു ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 2 സാധനമായിട്ടാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് ഒരു ബോളൊക്കെ വരുന്ന, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, സ്ലോപ്പൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, അതിൻ്റെ ഇടയിൽ ഒരു ബോളൊക്കെ വെച്ചിട്ടില്ല. അത് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ഇടയിലുള്ള ഒരു ഐറ്റം. ആ ഒരു സംഭവം വെക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ ചരിച്ചൊക്കെ വെക്കാം, അതൊക്കെ എളുപ്പമാണ്. പക്ഷേ അതിൻ്റെ ആ ഒരു ഹോൾഡർ പണി പാളിപ്പോയി കേട്ടോ. കാരണം ഹോൾഡറിൽ നമുക്ക് എപ്പോഴും ഇങ്ങനെ ഇതേപോലെ പെട്ടെന്ന് എടുത്ത് ഫോൺ വെക്കാനായിട്ട് പറ്റില്ല. ഇതിങ്ങനെ തിരുക്കി മാറ്റി അത് ലൂസ് ചെയ്ത് അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് ഫോൺ വയ്ക്കാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നല്ല രീതിയിലൊരു സേഫായിട്ട് ഇരിക്കും എന്നുള്ളത് കൊണ്ട് നല്ലതാണ്. പക്ഷേ ഇതിൻ്റെ ഒരു ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ഫോണ് ഊരിയിട്ട് മറ്റെന്തെങ്കിലും നമ്മൾ കൈ വച്ച് എന്തെങ്കിലും എടുക്കണമെന്നുണ്ടെങ്കിൽ അത് ടാസ്ക് ആയിരിക്കും. എപ്പോഴും ഇങ്ങനെ ഊരിയിട്ട് ചെയ്യാനായിട്ട് എളുപ്പമുള്ള കാര്യമല്ലല്ലോ. ഞാനിങ്ങനെ കണ്ട സമയത്ത് എനിക്ക് ഭയങ്കര ഈസി ആയിട്ട് തോന്നി. അത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ നീങ്ങി പോകും എന്നുള്ള സ്പ്രിങ് പോലെ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇത് വലിയ ടാസ്ക്കായിരുന്നു ഗൈസ്. അത് നീക്കി ഇങ്ങനെ തിരുക്കി തന്നെ തുറക്കണം. അപ്പോൾ നമ്മളിങ്ങനെ കുറച്ചൊക്കെ ട്രൈപോഡിലെടുക്കും, പെട്ടെന്ന് തന്നെ നമ്മൾ കയ്യിൽ വെച്ചിട്ട് എടുക്കേണ്ടി വരുന്ന അവസ്ഥകൾ ഉണ്ടാവാറുണ്ട്, സാഹചര്യം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് പെട്ടെന്ന് എടുക്കാൻ പറ്റില്ല. ഇതിങ്ങനെ സ്ക്രൂ ലൂസ് ചെയ്തിട്ട് മാത്രമേ പറ്റുള്ളൂ. അത് ടാസ്ക് ആയതുകൊണ്ട് ഞാൻ നൈസായിട്ട് നമ്മുടെ പഴയതല്ല നമ്മുടെ പുതിയ ട്രൈപോഡിൻ്റെ ആ ഒരു സംഭവം ഹോൾഡർ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നേ. ആദ്യം ഞാനിങ്ങനെ വെച്ച സമയത്ത് ഇങ്ങനെ ചരിച്ചൊക്കെ വെക്കുന്ന സമയത്ത് ഫോണോട് കൂടി പോകുമായിരുന്നു. അത് എൻ്റെ സാംസങ് പഴയത് വെച്ച സമയത്താണ് കേട്ടോ. ഇതിൻ്റെ കാര്യം എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഐഫോണിൻ്റെ കാര്യം പറയേ വേണ്ട, പ്രോ മാക്സ് ആണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. അപ്പോൾ അത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലോണം ചരിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ ഞാൻ പുതിയ ട്രൈപോഡിൻ്റെ ആ ഒരു ഹോൾഡർ എടുത്തിട്ട് ഇതിനകത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നേ. അത് വെച്ചപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ശരിയായിക്കൊണ്ടിരുന്ന സമയത്ത് കുട്ടൻ എഴുന്നേറ്റു. ഇന്ന് പെട്ടെന്ന് തന്നെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു ഈസുട്ടൻ. എഴുന്നേറ്റ സമയത്ത് തന്നെ ആഹാ എന്നൊക്കെ പറഞ്ഞാണ് വന്നത്. ഇവൻ തള്ളിയിട്ടാണ് ആ ഒരു ഹോൾഡർ പൊട്ടിയിട്ടുണ്ടായിരുന്നത്. ആദ്യമൊക്കെ നല്ല വഴക്ക് കൊടുക്കുമായിരുന്നു. പക്ഷേ അവനെല്ലാം കുന്തവും കൊണ്ട് പോകുന്നത് പോലെ അതെടുത്തുകൊണ്ട് പോകും. സംഭവം വെയിറ്റ്ലെസ് ആയതുകൊണ്ടാണ്. മറ്റേത് അങ്ങനെ എടുക്കാറില്ല കേട്ടോ. ആൾക്ക് നന്നായിട്ട് പണി ആയതുകൊണ്ട് അങ്ങനെ എടുത്തുകൊണ്ട് പോകാറില്ല, നല്ല വെയിറ്റ് ഉള്ളത് കൊണ്ട്. പക്ഷേ ഇത് കണ്ടപ്പോൾ തന്നെ പിന്നെ ശരിയായിക്കൊണ്ട് വന്നു എന്നുള്ള രീതിയിൽ ഭയങ്കര സന്തോഷമൊക്കെ ആയിരുന്നേ. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഓടിച്ച് വിട്ടിട്ട് കഥവൊക്കെ തുറന്നിട്ട് പോയി ഇറങ്ങി പൊക്കോന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു ഹോൾഡറൊക്കെ ശരിയാക്കി അതിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അതൊക്കെ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി ഉമ്മച്ചി കഴുകിയിട്ടിട്ടുണ്ടായിരുന്ന ഹേസൂട്ടൻ്റെ ആ ഒരു ഡ്രസ്സൊക്കെ ഞാൻ മടക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അത് കൈക്ക് ജസ്റ്റ് കഴുകിയിട്ടതാണേ. അല്ലാണ്ട് വാഷിംഗ് മെഷീനിൽ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ പോകും. അതല്ല ഒരു പ്രാവശ്യം പോലും ഇട്ടതും ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് കഴുകിയിട്ടതാണ്. സംഭവം കഴുകിയതിന് ശേഷവും വലിയ പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. ഞാൻ വിചാരിച്ച ആ ഒരു സോഫ്റ്റ് തുണി ആയതുകൊണ്ട് തന്നെ ഒരുമാതിരി ആയി പോകുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം എൻ്റെ ആ ഒരു ഡ്രസ്സ് ടോപ്പുകളും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് കൈ വെച്ച് തന്നെ കഴുകിയിട്ടുണ്ടായിരുന്നേ. അത് വിരിച്ചതിന് ശേഷം എന്നെ ഹേസുട്ടൻ്റെ സ്നാക്ക് ടൈമിൽ പഴമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നേ. പഴവും കഞ്ഞിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ഫ്രൂട്ട്സും ജ്യൂസൊക്കെ കട്ട് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സമയം ഇങ്ങനെ പോവുകയാണ് കേട്ടോ. അപ്പോൾ അസറൊക്കെ കഴിഞ്ഞ സമയത്ത് ഞാൻ പെട്ടെന്ന് തന്നെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യാം, ജ്യൂസൊക്കെ അടിക്കാമെന്ന് വിചാരിച്ചു. പിന്നീട് പെട്ടെന്ന് തന്നെ സമയം പോകും. ഒരു 4 മണി ആയിക്കഴിഞ്ഞാൽ പിന്നീട് സമയമൊക്കെ പറന്നു പോവേ. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ ജ്യൂസൊക്കെ എടുത്ത് അടിക്കുകയാണ്. തണ്ണിമത്തനാണെന്ന് ഫ്രഷ് ജ്യൂസായിട്ട് തന്നെ അടിക്കാമെന്ന് വിചാരിച്ചേ. ഇങ്ങനെ തണ്ണിമത്തം കട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. സംഭവമില്ല, പണ്ടൊക്കെ ബർത്ത്ഡേ കേക്കൊക്കെ കട്ട് ചെയ്യുന്ന പോലെയാണ് ഈ വലിയ തണ്ണിമത്തം കട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ചെറുത് കട്ട് ചെയ്യുമ്പോൾ അത്രയ്ക്ക് ഇങ്ങനെ വരില്ല എന്നുണ്ടെങ്കിലും വലുത് ഈ ഒരു പച്ച കളർ കട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ അതൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ജ്യൂസൊക്കെ അടിച്ചുകൊണ്ടിരുന്ന സമയത്ത് പിറകിൽ ഒരാൾ നിൽക്കുന്നു. നച്ചുമ്മയാണ്. നച്ചുമ്മ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് കൊച്ചാപ്പായിട്ട് കളറ് പോയതാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇവിടെ ഒന്ന് കയറിയതാണ്. അങ്ങനെ കുറച്ച് നേരമൊക്കെ സംസാരിച്ചുകൊണ്ടൊക്കെ നിന്നു. ഹേസുട്ടൻ പുറത്ത് പോയി കളിക്കാതിരിക്കാൻ വേണ്ടി തന്നെ ഹൈഡി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഹൈഡി ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഹൈഡിയും ലിറ്റിൽ കൃഷ്ണയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഹൈഡിയൊക്കെ കണ്ട് കുറച്ച് നേരം നിന്ന സമയത്താണ് നച്ചുമ്മ വന്ന കാര്യം അറിഞ്ഞത്. അപ്പോൾ പറന്ന് തന്നെ വെളിയിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവരോട് പോകാൻ കുറേ നേരം കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നീട് അതൊക്കെ മാറാൻ വേണ്ടി കുറച്ച് സമയം എടുത്തേ. പിന്നെ വാപ്പച്ചിയും ഉമ്മച്ചിയും കൂടെയൊക്കെ ഡീൽ ചെയ്ത് എങ്ങനെയെങ്കിലുമൊക്കെ പുറത്തൊക്കെ കോഴിക്കോട്ടിലൊക്കെ കൊണ്ടുപോയി ആളെ ഓക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു.
എപ്പോഴും കയ്യിൽ ആ ഒരു ടിന്നും പൈസ ഉണ്ടായിരുന്നേ. അത് കളയാതെ തന്നെ കൂടെ കൊണ്ട് കിടക്കുകയായിരുന്നു. അതിനിടയിൽ തന്നെ ഞാനിങ്ങനെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യുന്ന സമയത്തൊക്കെ കുറച്ച് എടുത്തുകൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫ്രൂട്ട്സ് ഇപ്പോൾ കണ്ണിന് നേരെ കണ്ടുകൂടാ, കളിക്കാനായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് അവൻ കാണുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ അത് ശീലമായി പോകുന്നു കരുതിയിട്ട് ഞാൻ അങ്ങനെ കൊടുക്കാറില്ല കേട്ടോ. നമ്മളങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഐറ്റം അല്ല, ഫുഡായിട്ട് തന്നെ കാണണമെന്നുള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ അത് സിമ്പിളായിട്ട് കണ്ടില്ല കേട്ടോ. ഫ്രൂട്ട്സൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്പോഴേ തന്നെ തിരിച്ച് വാങ്ങുവേ. എനിക്ക് എന്തോ ഒരു ഡിസ്കംഫർട്ടാണ് അത് കാണുന്ന സമയത്ത്. അതുകൊണ്ട് തിരിച്ച് വാങ്ങുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവൻ കരഞ്ഞിട്ട് പിന്നീട് കഴിക്കാൻ നോക്കേ. അപ്പോൾ നിങ്ങളുടെ കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും അവരെ നിർബന്ധിച്ച് കഴിപ്പിക്കാതെ ഇതേപോലെ തിരിച്ച് വാങ്ങി നോക്കുക. എന്തോ ഒരു വിലയുള്ള ഐറ്റം ആണെന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ പിന്നീട് അവർ കഴിക്കാൻ ശ്രമിക്കും. നല്ല മൂടാണെന്നുണ്ടെങ്കിൽ കേട്ടോ. ഇതും ചില സമയത്താണെന്നുണ്ടെങ്കിൽ മാത്രം, ചില സമയത്ത് എടുത്തുകൊണ്ട് പോയല്ലോ ഭാഗ്യമെന്ന് വിചാരിക്കും. അങ്ങനെയൊക്കെയാണ്. അത് കഴിഞ്ഞിട്ട് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് മുന്തിരിയും പിന്നെ ആപ്പിളും ഒക്കെ ഉണ്ടായിരുന്നു. ആപ്പിൾ ഹേസൂട്ടന് സ്നാക്ക് ടൈമിൽ രാവിലെ കൊടുത്തിട്ടുണ്ടായിരുന്നതാണേ. കളിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ തന്നെ അത് തിരിച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, വെറുതെ കളയണ്ടെന്ന് വിചാരിച്ചു. അതിന് ശേഷമാണ് ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് ഞാനെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ നോമ്പുറയ്ക്കുന്ന സമയത്തായപ്പോൾ ആ ഒരു ഫ്രൂട്ട്സിലൂടെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ടാണ് ഞാൻ ഓർത്തത് ഹേസൂട്ടൻ എന്ന് കുളിപ്പിച്ചില്ല എന്നുള്ളത്. പെട്ടെന്ന് തന്നെ ഒരു കുളിയൊക്കെ കുളിപ്പിച്ചിട്ട് പെട്ടെന്ന് തന്നെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ടേബിളിൻ്റെ പുറത്തൊക്കെ ഇരുത്തിയിട്ടുണ്ടായിരുന്നു. ടേബിളിൻ്റെ പുറത്ത് ഇരുത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ കുട്ടൻ പണി തുടങ്ങി. അവിടെ നിന്ന് അപ്പുറത്തോട്ടെടുത്ത് ഒഴിക്കവും ഗ്ലാസ്സിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. 2 വഴക്കൊക്കെ കൊടുത്തപ്പോൾ അത് ഓക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ബാങ്ക് കേട്ടിട്ടുണ്ടായിരുന്നേ. ഉമ്മച്ചി പുറത്തായിരുന്നു. ബാങ്ക് കേട്ട സമയത്താണ് ഓടി കയറി വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ നോമ്പൊക്കെ തുറന്നു. ഇന്ന് ഭയങ്കര ദാഹമായിരുന്നു കേട്ടോ നമുക്ക് 2 പേർക്കും. ഇന്ന് 21 രാവാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് വിഭാഗത്തുകൾ കൂട്ടേണ്ട സമയമാണ്. അവസാനമുള്ള 10 നോമ്പ് ഭയങ്കര പ്രതിഫലം ഉള്ളതാണ് കേട്ടോ. അതുപോലെ തന്നെയാണ് ഒറ്റ രാവുകളിലെ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ കുറച്ച് ഇബാദത്തുകൾ, അതായത് പ്രാർത്ഥനകൾ കൂടുതൽ വേണം കേട്ടോ. പക്ഷേ ലാസ്റ്റ് ആയപ്പോൾ നല്ലോണം ക്ഷീണമായിട്ട് നമുക്ക് എന്തെങ്കിലും ഫുഡ് കഴിച്ചാൽ എവിടെയെങ്കിലും കിടക്കണമെന്നുള്ളൊരു ചിന്തയിലേക്ക് പോവുകയാണ്. അത്രയ്ക്കും ടയേർഡാവുന്നുണ്ട്. നല്ല ചൂടും വെയിലും ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അകത്തിരുന്ന് കഴിഞ്ഞാൽ നന്നായിട്ട് ഡീഹൈഡ്രേറ്റഡ് ആവുന്നുണ്ട്. വെള്ളമൊക്കെ കുടിക്കുന്ന സമയത്ത്, നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അത്രയും നമ്മൾ ടയേർഡായി പോകുന്നുണ്ട്. നിങ്ങളുടെ അവിടെയൊക്കെ ചൂടുണ്ടോ, എങ്ങനെയാണ് ക്ലൈമറ്റൊക്കെ എങ്ങനെയുണ്ട് എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. നല്ലോണം വെയിൽ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ. വെയിലെന്ന് പറഞ്ഞാൽ കഠിനമായിട്ടുള്ള വെയിലും ചൂടുമാണ്. മുകളിലത്തെ നിലയുണ്ടോ എന്ന് തന്നെ അറിയാൻ പറ്റാത്ത രീതിയിൽ ഉച്ചയൊക്കെ ആവുന്ന സമയത്ത് നല്ലോണം ചൂടുണ്ടേ. അങ്ങനെ നോമ്പൊക്കെ തുറന്നതിന് ശേഷം നമസ്കരിക്കാനൊക്കെ വന്ന സമയത്ത് യേസൂട്ടൻ പഴയ പോലെ തന്നെ ഭയങ്കര കളിയും ബഹളമൊക്കെ ആയിട്ട് എൻ്റെ ഫ്രണ്ടിൽ തന്നെ വന്ന് കുറച്ച് നേരമൊക്കെ കിടന്നിട്ടുണ്ടായിരുന്നു മുസല്ലയിൽ. പിന്നെ പൈസ കയ്യിലുള്ളത് കൊണ്ട് കുറച്ച് നേരം കോൺസെൻട്രേഷൻ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നേ. ചില്ലറ പൈസ വെച്ചിട്ട് എത്ര നേരം വേണമെങ്കിലും കളിക്കും. പക്ഷേ അത് ഇടയ്ക്കിടയ്ക്ക് ഒരു ഇൻട്രസ്റ്റ് പോകുന്ന സമയത്ത് നമ്മളെയൊക്കെ ഉപദ്രവിക്കാനും കളിക്കാനും എന്തെങ്കിലുമൊക്കെ എടുത്ത് ഇടാനും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ പിറകെ നടക്കും. അങ്ങനെ നമസ്കരിച്ചൊക്കെ ഇറങ്ങിയ സമയം കൊണ്ട് എന്തൊക്കെയോ കയ്യിലെടുത്തിട്ട് കളിക്കുന്നുണ്ടായിരുന്നേ. അത്തറോ ഉമ്മച്ചിയുടെ റൂമിൽ നിന്ന് തസ്ബിയോ ഒക്കെ എടുത്തിട്ട് വന്നിട്ട് കളിക്കുന്നതുകൊണ്ട് ഞാൻ നമസ്കരിച്ചതിന് ശേഷം കുറച്ച് നേരം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. കാരണം നമസ്കരിച്ച സമയത്തൊന്നും മൈൻഡ് ചെയ്യാതെ ഇരുന്നിട്ട് ആൾ ഇറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കങ്ങ് സങ്കടം വന്നേ. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് എടുത്തുകൊണ്ടൊക്കെ വന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. ഫുഡ് ഇന്ന് പള്ളിയിൽ നിന്ന് ചോറ് കിട്ടുന്നതെന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ വേറെ ഫുഡൊന്നും കഴിച്ചില്ല. ചോറും കറികളൊക്കെ ഇരിപ്പുണ്ട്. പക്ഷേ അതിനോടൊന്നും ഒരു ഇൻട്രസ്റ്റ് ഇല്ല. നമ്മൾ ബിരിയാണിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. പള്ളിയിലത്തെ ചോറ് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നബിദിനത്തിനുള്ളത്, അതുപോലെ തന്നെ പെരുന്നാളിനുള്ളത്, ആ ഒരു പള്ളിയിലത്തെ ചോറിന് വേറൊരു സ്വാദ് തന്നെയാണ്. അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ചോറ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാനും ഉമ്മച്ചിയും ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നേ. ബീഫ് ബിരിയാണി ആയിരുന്നു. അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ചു. ഹേസൂട്ടനും കൊടുത്തു. ഹേസൂട്ടനാണെന്നുണ്ടെങ്കിൽ മന്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇഷ്ടമാണ്. പക്ഷേ ബിരിയാണി അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല. ചിക്കനൊക്കെ ഇഷ്ടമാണ്. ഓരോ മൂഡ് അനുസരിച്ചിരിക്കും. ചില ദിവസങ്ങളിൽ ഇഷ്ടമായിരിക്കും, ചില ദിവസങ്ങളിൽ ഇഷ്ടമായിരിക്കില്ല. അങ്ങനെ ഒരു മുട്ടയൊക്കെ കൊടുത്തിട്ട് ആളെ ഉറക്കിയിട്ടുണ്ടായിരുന്നേ. നേരത്തെ തന്നെ ഉറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എഡിറ്റും കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ തീർക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വ്ളോഗിൽ അടുത്ത നോമ്പിൻ്റെ വിശേഷങ്ങളായിട്ട് കാണാമേ. അപ്പോൾ ബൈ.